ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി കരാറുകളും വ്യാപാരവും ശക്തമാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, അങ്ങനെ ആ വ്യാപാര കരാർ, ഇന്ത്യ UK വ്യാപാര കരാർ അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വലിയ ഒരു നാഴികക്കല്ലെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അനൂപ്, അല്പം മുൻപാണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ UK എംബസി ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്തി. അതിന് പിന്നാലെ അത് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ത്യ UK കോംപ്രഹെൻസീവ് എക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രിമെന്റ് ആണ് ഇപ്പോൾ എന്തായാലും അടുത്ത മാസം 15, അതായത് ജൂലൈ 15 മുതൽ നിലവിൽ വരാൻ പോകുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യയിലെ കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സംസ്കരിച്ച ഭക്ഷണം, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, തുകൽ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവ പൂർണ്ണമായിട്ടും നിർത്തലാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള 70% വരെയുള്ള ഈ തീരുവ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. സമുദ്രോൽപ്പന്നങ്ങൾക്ക് നിലവിൽ 21.5% വരെയുള്ള തീരുവയുണ്ട്, അതും ഒഴിവായി കിട്ടും. എഞ്ചിനീയറിംഗ് സാമഗ്രികളുടെ 18% തീരുവ ഒഴിവാകും. തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങളുടെ 16% തീരുവ ഒഴിവാകും. അതുപോലെ വസ്ത്രങ്ങളിലെയും തുണിത്തരങ്ങളിലെയും 12%, രാസവസ്തുക്കളുടെ 8% വരെയുള്ള തീരുവയും 0% കുറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തൊഴിലാളികൾ, ഈ ചെറുകിട വ്യവസായികൾ, MSMEകൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, ഇവയ്ക്കെല്ലാം തന്നെ വലിയ ഒരു സാധ്യത തന്നെ തുറന്നു കിട്ടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതികരണമായി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ UK ബന്ധത്തിൽ ഈ ഉഭയകക്ഷി കരാറുകൾക്കും അതുപോലെ തന്നെ വ്യാപാരത്തിനും കൂടുതൽ ശക്തി പകരുന്നതാണ് ഈ ഒരു വ്യാപാര കരാർ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. UK പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കെയർ സ്റ്റാമറും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിൽ തുടരുന്നുണ്ട്. ഇവരും G7 ഉച്ചകോടിക്കായിട്ട് അവിടെ എത്തിയതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വ്യാപാര കരാർ ജൂലൈ 15 മുതൽ, അതായത് അടുത്ത മാസം 15 മുതൽ നിലവിൽ വരുന്നു എന്ന പ്രഖ്യാപനം UKയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. അനു അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.